രാവിലെ ആയിട്ട് വീട്ടിലങ്ങനെ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ബസ്സേ കയറി ഒരു പോക്കങ്ങ് പോയി. അങ്ങനെ ഞാനിന്ന് എങ്ങോട്ടാണ് പോയതെന്നും എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ എറണാകുളത്തിന് ഒരു ബസ്സുള്ള കാര്യം ഓർത്തത്. അങ്ങനെ അടുത്തുള്ളൊരു സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് എൻ്റെ വണ്ടി കൊണ്ട് വെച്ചിട്ട് ഞാനിപ്പോൾ ഏതാണ്ട് ബസ്സിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ അങ്ങനെ 150 രൂപയായി. ഫ്രണ്ടിലുള്ള സിംഗിൾ സീറ്റ് പ്രതീക്ഷിച്ച് പോയെങ്കിലും അവിടെ അന്നേരം ആളായതുകൊണ്ട് ഞാൻ പുറകിലായിരുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി. ഇതാകുമ്പോൾ ഫ്രണ്ടിലെ വ്യൂവും കാണാം, വണ്ടി ഓടിക്കുന്നതും കാണാം. കൂടുതലും വണ്ടി ഓടിക്കുന്നത് കാണാനുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഫ്രണ്ടിലിരുന്നത്. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ണസിനെ കണ്ടു. അങ്ങനെ 12:45 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വൈറ്റില എത്തി. ഇവിടെ വരെ വന്നിട്ട് എങ്ങനെ ഇനി മെട്രോയിൽ കയറാതെ പോകുന്നത്, അതുകൊണ്ട് നേരെ എന്ന് മെട്രോ സ്റ്റേഷനിലോട്ട് കയറി. അവിടുന്ന് അങ്ങനെ ടിക്കറ്റും എടുത്ത് നേരെ മേളിലേക്ക് കയറിപ്പോയി. എനിക്കാണെങ്കിൽ പോകേണ്ടത് എറണാകുളം സൗത്തിലോട്ടാണ് കേട്ടോ. മേളിൽ ചെന്നിറങ്ങിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ട്രെയിൻ എത്തി. അങ്ങനെ ഇപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ നേരെ പൊക്കോണ്ടിരിക്കുവാണേ. അങ്ങനെ ഇതിനകത്തൊന്ന് വീഡിയോ എടുക്കാമെന്ന് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. സൈഡിലായിട്ട് ഈ ഒരു ബ്ലാക്ക് കളറിലെ സാധനം വെച്ചിരിക്കുന്നതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും കാണാൻ വയ്യ. അങ്ങനെ നേരെ ഇപ്പോൾ സൗത്തിൽ വന്നു. എന്നിട്ട് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ സ്ഥലങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നൊരു കാര്യം ഫുട്പാത്തിലുള്ള ഈ ഒരു കച്ചവടങ്ങളാണ്. ഷർട്ടും പാൻറ്റും ടീഷർട്ടും എല്ലാം ഉണ്ട്. ഈ ഇരിക്കുന്ന പാൻറ്റിനൊക്കെ ആണെങ്കിൽ 150 രൂപയും ഷർട്ടിന് 100 രൂപയാണ്. ഒരുപാട് പേര് വന്ന് എടുക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു ബേക്കറിലോട്ട് കയറിയിട്ട് ഒരു സോഡ നാരങ്ങ ഒരു പപ്സും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബസ് കയറാനായിട്ട് പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ ബസ്സിൽ കയറി ഒരു യാത്ര. സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞ് ബസ് നോക്കി നോക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വണ്ടി തന്നെ എനിക്ക് കിട്ടി. അതും ഫ്രണ്ട് സീറ്റ് തന്നെ. അങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നേരെ ഇപ്പോൾ തൻ്റെ കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴക്കാർ. സമയം ഇപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ വണ്ടി ഞങ്ങളുടെ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് 6 മണിയാവും. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഇരിക്കുന്നിടത്ത് എത്തി. ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.